നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 27/5/2026 ബുധനാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 252, RSS 5 കിലോ 259, ISN 20 208, ലാറ്റക്സ് 60% യാൽസ് 160 രൂപ 60 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 259. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 253, RSS 5 കിലോ 240. ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിയൻ അനുസരിച്ച് നോക്കുമ്പോൾ ലൂസ് കിലോ 252, ലോട്ട് കിലോ 205 മുതൽ 210 രൂപ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 277 രൂപ 36 പൈസ, RSS 5 കിലോ 276 രൂപ 92 പൈസ. കർണാടക വില നോക്കുമ്പോൾ RSS 3 245 രൂപ 50 പൈസ, RSS 4 കിലോ 245, RSS 5 238, ലോട്ട് 205. ഒട്ടുപാൽ നോക്കുമ്പോൾ 134. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാൽസിൽ ഒട്ടുപാൽ കിലോ 151, 60% ഡിയാൽസിൽ ഒട്ടുപാൽ കിലോ 113. കേരളത്തിലെ വ്യാപാരിയുടെ കോട്ടയം RSS 4 കിലോ 254, RSS 5 കിലോ 241, ISN 20 198 മുതൽ 198 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ഡിയാൽസിൽ ഒട്ടുപാൽ കിലോ 130 മുതൽ 142 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 215, ഫാക്ടറി വില 225. 25% DRC ഉള്ള 200 ലിറ്റർ ബാനറിന് 10,750, 30% DRC ഉള്ള 200 ലിറ്റർ 12,900 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ 15,050, 40% DRC ഉള്ള 200 ലിറ്റർ 17,200 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇന്നത്തെ ഫെബ്രുവരിയിൽ ലാറ്റക്സ് വ്യാപാരി വിലയിൽ 3 രൂപയാണ് വർദ്ധിച്ചത്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,565, ഒരു ഭവൻ 1,16,520. അതുപോലെ 24 ക്യാരറ്റ് 15,889, ഒരു ഭവൻ 1,27,112. ഇതാണ് രാവിലത്തെ സ്വർണ്ണ. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിന് മുകളിൽ 45 രൂപയാണ് കുറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ വേനൽക്കാല അവധിക്ക് ശേഷം ജൂൺ 1 തുറക്കുകയാണ്. ഇതിൻ്റെ മുന്നോടിയുമായി ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തുഫാൻ ദ നാർക്ക് ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായ അതിശക്തമായി ലഹരിവേട്ട ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികളെ ലഹരിക്കിരയാക്കുന്ന സംഘങ്ങളെ വേരറക്കുകയാണ് ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, വിൽക്കുന്നവർ, ഉറവിടം കണ്ടെത്തൽ, പ്രചരിക്കുന്നവർ എന്നിവരെല്ലാം പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും. പദ്ധതിക്കായി ഒരു പ്രത്യേക പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ലഹരി മാഫിയയെ തകർക്കാൻ കേരള DGP മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസ് മേധാവിയുമായി ഏകോപിതമായി പ്രവർത്തിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ ലഹരിക്കെതിരെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു.